എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് നമ്മൾ പറയുന്നത് ചെറിയൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സമ്പത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും സമ്പത്തിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ചോദ്യം മാത്രം ചോദിച്ചോളൂ, നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഉത്തരം പറയുക. താഴെ പറ്റുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളാം. ആണല്ലോ അല്ലെ? അപ്പോ ഒറ്റ കാര്യം, എത്ര പണം വന്നാലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നത്? എത്ര വരുമാനമുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സ് എപ്പോഴും കാലിയായി കിടക്കുന്നത്? എന്തുകൊണ്ട് എത്ര പണം വന്നാലും നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നു? എത്ര വരുമാനമുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ പേഴ്സ് കാലിയായി പോകുന്നു? അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് തരുന്നത് നമുക്ക് പണം ഇല്ലായ്മയാണോ അതോ പണം തീരുമെന്നുള്ള ഭയമാണോ എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഞാൻ ആ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും ഉത്തരം പറയുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം പണം ഇല്ല എന്നുള്ള പ്രശ്നമാണോ അല്ല പണം തീർന്നു പോകുമോ എന്നുള്ള പ്രശ്നമാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് 90% ഇപ്പോഴെന്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാർക്കും ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, കഴിവുണ്ട്. പക്ഷേ ഒന്ന് നമ്മുടെ കയ്യിലില്ല. അതിന്റെ പേരാണ് മനസ്സിലുള്ള സുരക്ഷിതത്വ ബോധം. സുരക്ഷ എന്ന് പറയാം, പണവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ നമ്മളിൽ ഇല്ലാതെ അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം. കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ പേഴ്സ് കാലിയായി മാറുന്നു എന്ന് നിങ്ങൾ മാറുന്നു എന്ന് ചിന്തിക്കുന്നത് പണം ഇല്ലാത്തത് കൊണ്ടാണോ അല്ല പണം തീർന്നു പോകും എന്ന് തോന്നുന്നതാണോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ? ഒരിക്കലും ഒന്നുകൂടി പറയാം, പേഴ്സ് കാലിയായത് നമുക്ക് പണക്കുറവുള്ളത് കൊണ്ടല്ല. പേഴ്സിൽ വെക്കുന്ന പണത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് പണമേ പേഴ്സിൽ നമ്മൾ വെക്കാറുള്ളൂ. അത് തീർന്നു പോയത് കൊണ്ടല്ല നമ്മുടെ പ്രശ്നം. അത് തീർന്നു പോകുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും സ്കേർസിറ്റി മൂഡിലേക്ക് മാറിപ്പോകുന്നു. നമ്മൾ ഓരോ സമയവും ചെലവഴിക്കുമ്പോഴും ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ പേഴ്സ് നോക്കുന്നു, യോ ഇത് തീർന്നു പോകുമല്ലോ എന്നുള്ള ടെൻഷനിലൂടെ നമ്മൾ പോകുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണം കിട്ടുന്നേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണം 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 കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശമ്പളമൊക്കെ വരുന്നുണ്ട്, പണമില്ല എന്ന് അവർ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ പറയുന്നു എനിക്ക് പണം കിട്ടുന്നില്ല അല്ലെങ്കിൽ പണം എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ യൂണിവേഴ്സ് എന്തായിട്ടായിരിക്കും അതിനെ കേൾക്കുന്നത്? എനിക്ക് പണം ഇല്ല എന്ന് മാത്രമല്ലേ അതിന്റെ അർത്ഥമുള്ളൂ. എൻ്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റെ പണം ഇല്ല എന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സ് കേൾക്കുക. അല്ലെങ്കിൽ പണം ഇവിടെ എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടായാൽ, ഇപ്പൊ ഒന്ന് ആലോചിച്ചു. ഞാൻ എപ്പോഴും നിങ്ങളോട് ഉദാഹരണം പറയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് അയൽവക്കത്തെ ഒരു കുട്ടി കളിക്കാൻ വരികയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് കളിക്കാൻ വരികയാണ്. നിങ്ങൾ ആ കുട്ടി കളിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ദിവസവും പേടിപ്പിക്കണം. മോനെ അത് ചെയ്യല്ലേ, മോനെ ഇത് ചെയ്യല്ലേ, യോ വീണു പോകുവേ എന്തും പറഞ്ഞ് ആ കുട്ടിയെ നിങ്ങൾ പേടിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി പിന്നെ നിങ്ങളെ വീട്ടിൽ വരുവോ വരാതിരിക്കുവോ? നിങ്ങൾ ഉത്തരം പറഞ്ഞ്. നിങ്ങൾ അത് വരുമ്പോഴേ നീ തീർന്നു പോകും, തീർന്നു പോകും. പേഴ്സിൽ വെക്കുമ്പോഴേ പറയും തീർന്നു പോകും കേട്ടോ, പേഴ്സിൽ വെക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ ഞാൻ പേഴ്സ് അപ്പുറത്ത് ഡ്രോറിലുണ്ട്. ഇപ്പൊ എന്റെ പേഴ്സിൽ എപ്പോഴും നിറച്ച് പൈസ ഉണ്ടാവും. അല്ലെങ്കിൽ മുമ്പ് എന്താ പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തരും, പേഴ്സിൽ പൈസ വെച്ചാൽ തീർന്നു പോകും, വെക്കരുത്, ബാങ്കിൽ വെക്കാം. പേഴ്സിൽ വെച്ചാൽ പൈസ നമ്മൾ ചെലവാക്കി പോകും. ഏത് മൈൻഡാ? എന്റെ പേഴ്സിൽ പൈസ വെച്ചിട്ട് ഞാൻ ചെലവാക്കി പോകും എന്ന് പറയുന്നത് ഏത് മൈൻഡാ? എന്റെ ഏതോ ഒരു കുറവ് എന്റെ മൈൻഡിലുള്ളത് കൊണ്ടല്ലേ ഞാൻ ചെലവാക്കി പോകുന്നത്. ഇതിനാണ് പറയുന്നത് ദാരിദ്ര്യ മെന്റാലിറ്റി എന്ന് പറയുന്നത്. സമ്പന്നൻ പൈസ വണ്ടി നമ്മുടെ പേഴ്സിലുണ്ടായാലും വീട്ടിലുണ്ടായി കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിലുണ്ടായവനെ സംബന്ധിച്ച് ഒരുപോലെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഞാൻ വീട്ടിൽ പൈസ വെക്കില്ല, പേഴ്സിൽ വെക്കില്ല, ബാങ്കിൽ വെക്കുന്ന എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്ന് മാത്രം. ഇപ്പൊ അങ്ങനെയല്ല. എന്റെ ടേബിളിന്റെ പുറത്ത് ഇവിടെ കാശിരിപ്പുണ്ട്, അവരുടെ ബോക്സിൽ അവിടെ ഇരിപ്പുണ്ട്, പേഴ്സ് ഇവിടെ ഡ്രോവർ തുറന്ന ഇതിനകത്ത് കാശിരിപ്പുണ്ട്, അകത്ത് ബോക്സിൽ ഇരിപ്പുണ്ട്. ഇതെല്ലായിടത്തും കാശ് വെച്ചിട്ടുണ്ട്. ചെലവാക്കുന്നത് ഞാനാണ്. എവിടെ ചെലവാക്കണം എന്നുള്ള ബോധം എനിക്കാണുള്ളത്. ആവശ്യം വേണ്ടടുത്ത് ചെലവാക്കേണ്ട പൈസ ആവശ്യമുള്ളിടത്തൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാതെ ചെലവായി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ എപ്പോഴും
ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു അത് സത്യമാണെന്നാണ് ബ്രെയിൻ വർക്ക് ചെയ്യുക. എനിക്ക് പണം ഇല്ല, എന്റെ കയ്യിൽ പണം നിൽക്കത്തില്ല, എന്താണ് ബ്രെയിൻ തീരുമാനിക്കേണ്ടത്? വേണ്ട, നിൽക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരണ്ട, നിൽക്കൂല, ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ പറയുന്ന ഒരാൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പണം ഒരാള് കാശ് കൊടുക്കുമ്പോ പറയും, എൻ്റെ കയ്യിൽ കാശ് തരണ്ട കേട്ടോ, എൻ്റെ തീർന്നു പോകും. പറയുന്നില്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മക്കളോട് കാശ് കൊടുക്കും, അച്ഛൻ മകന് 100 രൂപ കൊടുക്കുമ്പോൾ പറയും, അവൻ്റെ കാശ് കൊടുക്കണ്ട, അവന് ചെലവാക്കി കളയും അവസാനത്തെ. പറയാറുണ്ടോ? പിന്നെ എന്തിനാണ് ഈ സാധനം? എന്തിനാണ് സാധനം ചെലവാക്കാനല്ലെങ്കിൽ? പറയുന്നതല്ലേ നമ്മൾ സ്ഥിരം കേട്ടതല്ലേ? എന്ത് മെന്റാലിറ്റിയാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്? ഭയം, മനസ്സിലേക്ക് ഭയം. അപ്പൊ ആ കുട്ടിയിലും നമുക്ക് തോന്നുന്നതാ, എന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ അത് മുഴുവൻ ചെലവായി പോകും. സെയിം അല്ലേ? എന്ത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും. പൈസ കിട്ടും, അവിടെ ചെലവാവും, പൈസ കിട്ടും, ചെലവാവും, അല്ലേ? സെയിം സംഭവിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പണം പോവും എന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പണം പോയിക്കൊണ്ടേയിരിക്കും. പണം പോവാനുള്ള സാഹചര്യം വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല. ഒന്നുമില്ലെങ്കിൽ വെറുതെ കൈയൊടിയും, അല്ലെങ്കിൽ കാലൊടിയും, അല്ലെങ്കിൽ ഇതൊടിയും, എന്തെങ്കിലുമൊക്കെ വരും, കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടേയിരിക്കും. പോകാനുള്ള മെന്റാലിറ്റി ആണെങ്കിൽ പോവുക എന്ന് വെച്ചാൽ അത് ആ മെന്റാലിറ്റിയാണ് വെച്ചത്. ശക്തമായ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ മനസ്സൊരു വിസ്മയ പുസ്തകത്തിൽ പറഞ്ഞ അതേ ഒരു കാര്യം അതുപോലെ മറ്റൊരു രൂപം വരാം. ഒരു സാധാരണ ഗ്രാമത്തിൽ 2 ആൾക്കാരുണ്ടെന്ന് കരുതിക്കോ. ഇത് എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാൻ ആളെന്നും പറഞ്ഞത് എന്റെ വീട്ടിൽ എന്റെ അടുത്ത എന്റെ ബന്ധുവിന്റെ അനുഭവമാണ്. പുള്ളി എല്ലാ ദിവസവും ജോലിക്ക് പോകും, കൃത്യമായി ശമ്പളം മേടിക്കും. ഏറ്റവും കുറഞ്ഞ, പക്ഷെ ആ പുള്ളി പോകുന്ന ജോലി എന്താന്ന് വെച്ചാൽ ഇത് സ്ഥിരം ജോലി ഉണ്ടല്ലോ. സ്ഥിരം ജോലിയാകുമ്പോൾ ശമ്പളം കുറവായിരിക്കും. ഡെയിലി ജോലിക്ക് പോകും, ഡെയിലി മാറി മാറി പോകുന്നവർക്ക് ശമ്പളം കൂടുതലായിരിക്കും. പക്ഷെ പുള്ളി സ്ഥിരം ജോലിക്കേ പോകും, ചെറിയ ശമ്പളം കിട്ടും. മറ്റൊരാളുണ്ട്, പുള്ളിയുടെ തന്നെ അനിയൻ ഒരാളുണ്ടായിരുന്നു. പുള്ളി സ്ഥിരം ജോലിക്ക് പോകില്ല, ഇടക്കിടക്ക് മാറി മാറി പോകുന്ന ജോലിക്ക് പോയിട്ട് കൂടുതൽ ശമ്പളം മേടിക്കും. ആരെങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ കാശുണ്ടാവുക? ഉദാഹരണം തന്നെ പറയാം. ഈ ചെറിയ ജോലി ചെയ്ത ആളുടെ കയ്യിൽ എന്നും കാശുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അയാൾക്ക് ഇന്ന് ഇഷ്ടം പോലെ സ്വത്തും, കോടികൾക്ക് സ്വത്തും ഉണ്ടാക്കാൻ അയാളെ കൊണ്ട് പറ്റി. പക്ഷെ മറ്റേ ആള് ഇന്നും 5 സെന്റ് വീടും ഒരിടത്തിൽ തന്നെ നിൽക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. സിമ്പിളാണ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കണ. അത് മെന്റാലിറ്റിയാണ്. അവിടെ വരുമാനമല്ല പ്രാധാന്യം, മെന്റാലിറ്റിയാണ്.